അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം ഉണ്ടായിനെ നിസ്കാരത്തിനെ കുറിച്ച്. നമ്മള് നിസ്കാരത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു സുജൂദിന്റെ ഒരു ഘട്ടം വരുമ്പോ സ്ഥാനം ഇങ്ങനെ ആലോചിക്കൊന്ന് ചോദിക്കണം, ഇതെന്താണ് ഇങ്ങനെ സുജൂദ് മാത്രം 2 തവണയായിട്ട് ചെയ്യാണ്ടാകുന്നത്? മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓരോന്നല്ലേ ഉള്ളൂ, ഇതിപ്പോ ഒരു 2 എണ്ണം സുജൂദ് മാത്രം 2 എണ്ണം ചെയ്യാനുള്ളൊരു കാരണം അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് ആൾക്കാരോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അതൊരു സുജൂദല്ലേ, അള്ളാഹുള്ളൊരു സുജൂദല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് എല്ലായിടത്തും ഉള്ളത്. എന്നാൽ അതിന്റെ ഒരു കാരണം എന്താണ്? ഇമാമിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും നിസ്കാരത്തിൽ 2 സുജൂദ് വരാനുള്ള കാരണം? അസ്സലാമു അലൈക്കും. നിസ്കാരത്തിലെ സുജൂദ്, ഒരു റക്അത്തിൽ 2 സുജൂദ് ഉണ്ടല്ലോ. ഇന്ന് ആ നിസ്കാരത്തിലെ മറ്റുള്ള ഫർളുകളൊക്കെ എടുത്തു നോക്കുമ്പം ഇപ്പോൾ റുക്കൂ ഒന്നുള്ളൂ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏറെക്കുറെ എല്ലാം അങ്ങനെ തന്നെ. ഈ ഒരു സുജൂദ് 2, അപ്പോൾ റുക്കൂ ഒന്നേ ഉള്ളൂ, സുജൂദ് 2. ഇതെന്തുകൊണ്ടാണ് ഈ സുജൂദ് 2 എണ്ണം ആയി എന്നതിൻ്റെ കാരണം? വ്യത്യസ്തമായ ഒരുപാട് കാരണങ്ങൾ അതിന് ഫുഖഹ പറയുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാറുള്ളത് അതൊരു തഅബ്ബുദിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ തേടി പോകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉണ്ടല്ലോ. ചിലതൊക്കെ ഇസ്ലാമിലെ പല കാര്യങ്ങളിലും ചിലതൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. എന്നാലും അതിനൊക്കെ പിന്നിൽ ഒരു കാരണങ്ങളും അതുപോലെ മറ്റുള്ളൊക്കെ ഉലമാ പറയാറുമുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ സുജൂദ് പറയുന്നിടത്ത് സുജൂദ് 2 പ്രാവശ്യം എന്ന് പറയുന്നിടത്ത് പല ഇമാമിയങ്ങളും പല രൂപത്തിലും അതിൻ്റെ ഓരോ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് തഅബ്ബുദി തന്നെയാണ് എന്നുള്ളത്. അത് ഈ അടുത്ത കാലത്ത് അഫ്നാവി, അതായത് എൻ്റെ മിസ്രിയാണ്, ഇന്നും ജാമിൽ അസറിൽ ക്ലാസ് എടുക്കുന്ന ദുത്തൂറാണ്. അവർക്ക് നിസ്കാരത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടി മാത്രം 4 വാള്യത്തിൽ അസ്വലാഹ് എന്ന് പറയുന്ന കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 495-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട്. ഹെഡിങ് തന്നെ അൽ ഹിക്മത്തു മിൻ തക്റാരി സുജൂദി ദൂന റുകൂഇ. സുജൂദ് 2, റുക്കൂ 1. ഇതിൻ്റെ കാരണം, ഇതിൻ്റെ ഹിക്മത്ത്, തന്ത്രം എന്താ എന്ന് പറഞ്ഞുകൊണ്ടൊരു അധ്യായം തന്നെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഫുഖഹാഇന്റെ ഒക്കെ അഭിപ്രായം, ആദ്യമായിട്ട് പറയാനുള്ളൊരു അഭിപ്രായം, അന്നത്ത് ഖറാറ ഫി സുജൂദി ദൂന റുകൂഇ അംറുൻ തഅബ്ബുദിയ്യുൻ. ഉണ്ടോ? അതൊരു തഅബ്ബുദിയായ ഒരു കാര്യമാണ്. ലാ യുത്ലബു ഫീഹിൽ മാനാ, അതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ തേടി പോകുന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് റക്അത്തിന്റെ എണ്ണങ്ങൾ, അങ്ങനെ ഓരോ നിസ്കാരത്തിന് ഇത്ര 3 റക്അത്തുള്ള നിസ്കാരം, 4 റക്അത്തുള്ള നിസ്കാരം, 2 റക്അത്ത്, ഇങ്ങനെ ഒക്കെ അങ്ങനെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഏറെക്കുറെ എല്ലാം എടുത്തു നോക്കുമ്പോൾ ഒക്കെ തഅബ്ബുദിയാണ്. അതിൻ്റെ അർത്ഥങ്ങളൊന്നും നമ്മൾ തേടി പോകേണ്ടതില്ല എന്ന് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കാരണങ്ങൾ അവിടെയും കാണുന്നുണ്ട് കേട്ടോ. പിന്നെയും ഒരുപാട് കാരണങ്ങൾ പറയില്ല, അങ്ങനെ ആകുമ്പോൾ സാധ്യത, അങ്ങനെ ആകുമ്പോൾ അങ്ങനെ സാധ്യത. ഏതായാലും അങ്ങനെ സാധ്യതകൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ടൊക്കെ അങ്ങനെ എന്നുള്ള ഓരോ സാധ്യതകൾ ഓരോ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ആ വിഷയത്തിലും ഉലമാഇന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെ ആ ഒരു കാരണം കൊണ്ടാണ് ഇത് വന്നത്, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, അങ്ങനെ ഏകോപിച്ചുകൊണ്ട് വന്നിട്ടില്ല. നേരെ മറിച്ച് അവിടെയും ഇനി കാരണങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ അവിടെയും പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് മഹാനായ ഇമാം സുലൈമാൻ ബുജൈരിമി റഹിമഹുല്ല തുഹ്ഫത്തുൽ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശത്തുൽ ബുജൈരിമിയുടെ 2-ാം വാള്യം ഇതിന്റെ 33-ാമത്തെ പേജിലും പറയുന്നുണ്ട്. കണ്ടോ? വഖ്തുലിഫ ഫീ ഹിക്മത്തി തക്റാരിഹി ദൂന ബഖിയത്തിൽ അർക്കാനി. കണ്ടോ? സുജൂദ് 2ആയി വന്നു, മറ്റുള്ള ഫർദുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയില്ല. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഏക അഭിപ്രായക്കാരല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് അവിടെയും പറയുന്നുണ്ട്. ഏതായാലും ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിലൊക്കെ പറയുന്നുണ്ട്, സുജൂദ് എന്ന് പറയുമ്പം അങ്ങേയറ്റത്തെ തായ്മ പ്രകടനാണല്ലോ, അത് തന്നെയാണ് അത് 2ആകാനുള്ള കാരണം എന്ന് പറയാനുള്ള വേറെയും ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അത് ആദ്യമായിട്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടെ തുഹ്ഫയിലും പറയുന്നുണ്ട്. അത് ഏറെക്കുറെ പണ്ഡിതന്മാരൊക്കെ ഈ പറയുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. തുഹ്ഫത്തുൽ മുഅ്തദിന്റെ 2-ാം വാള്യം 112-ാമത്തെ പേജിലായിട്ടുണ്ടോ, വഖുരിറ ദൂന ഗൈരിഹി ലിഅന്നഹു അബ്ലഗു ഫിത്തവാദുഇ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്മയിലുള്ള ഒരു പ്രവർത്തനം, അങ്ങനെ ഉണ്ടല്ലോ, കീഴ്വണക്കം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കീഴ്വണക്കം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് സുജൂദ് തന്നെയാണ്.
അപ്പൊ അത്രയും പിന്നെ ഉള്ളൊരു പ്രവർത്തനം അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് 2 വട്ടം കൊണ്ടുവന്നതാണ് എന്നുള്ളത് ഇബ്നു ഹജർ തങ്ങൾ പിന്നെയും പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതാണ് ആദ്യമായിട്ട് എടുത്ത് പറഞ്ഞത്. ആ ഒരു കാരണം ഏറെക്കുറെ പണ്ഡിതന്മാരും അവരുടെ ഈ പറയുന്ന ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ കാണുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ കിതാബ് എടുത്ത് നോക്കുമ്പം ഇതിലില്ലാത്തത് അതിലില്ലാത്തത് മറ്റതില്ലാത്തതിൽ അവിടുന്ന് അപ്പുറത്ത്, അങ്ങനെ ഓരോരോ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലും നമ്മൾ സുജൂദിന്റെ ഭാഗം ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഓരോ കാരണങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ മഹാനായ ഇമാം ബാജൂരി റഹിമഹുല്ല ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട ഫഖീഹും ഒക്കെ ആധികാരിക പണ്ഡിതരുമാണ്. അവിടുത്തെ ആശത്തുൽ ബാജൂരിയും അറിയപ്പെട്ട എൻ്റെ കിതാബ് തന്നെയാണ് ഷാഫി മദ്ഹബിൽ. അവരുടെ ഈ പറയുന്ന ആശത്തുൽ ബാജൂരിയുടെ എൻ്റെ 1-ാം വാള്യം ഇതിന്റെ എൻ്റെ 229-ാമത്തെ പേജിൽ ഒരു ഹിക്മത്ത് പറയുന്നുണ്ട്. അതായത് റുക്കൂഇനക്ക് സാക്ഷി നിൽക്കുകയാണ് സുജൂദു എന്നുള്ളത് അങ്ങനെ പറയുന്നുണ്ട്. ഇത് വേറെ പണ്ഡിതന്മാരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നർ റുക്കൂഅ ഫീഹി ദഅവാ ഫീഹി ദഅവൽ ഉബൂദിയ്യത്തി, ആരാധനയുടെ വിഷയത്തിൽ ഒരു ആരാധനയുടെ ഒരു പ്രബോധനമായിട്ട് വെക്കുകയാണ് ഈ പറയുന്ന റുക്കൂഇനെ. എന്നിട്ട് പറഞ്ഞു വസജദതൈനി കശാഹിദൈനി അലൈഹ, ഈ റുക്കൂഇന്റെ മേലിൽ സാക്ഷി നിൽക്കുകയാണ് ഈ പറയുന്ന സുജൂദ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ സാക്ഷി 2ആണല്ലോ വരിക. അപ്പൊ അതുകൊണ്ട് ഒന്നിനക്ക് സാക്ഷിക്കുമ്പോൾ 2 ആണല്ലോ. അപ്പൊ അതുകൊണ്ട് സാക്ഷിയുടെ സ്ഥാനത്ത് വരുമ്പോൾ 2 ഉണ്ടായി. അങ്ങനെ ഒരു കാരണം പറയുന്നുണ്ട്. ഇതൊന്നുമല്ല, വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് വല്ലാത്തൊരു ആനന്ദം കൊള്ളുന്ന രൂപത്തിലുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. മഹാനായ ഉമറുൻ നബി ജാവി റഹിമഹുല്ല നമ്മുടെ മഹ്ദൂം തങ്ങളുടെ ഫത്ഹുൽ മുഈൻ അതിന്റെ മതനാകുന്ന ഖുറത്തു ഐൻ അതൊന്ന് വിശദീകരിച്ചു നിഹായത്തു സൈൻ ഫി ഇർഷാദുൽ മുബ്തദിഈൻ എന്ന പേരിലൂടെ. ഉമർ നബി ജാവി തങ്ങൾ മഹാനവറുകൾ ഇതിൽ നല്ല രസകരമായ രൂപത്തിലുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. ഇതിന്റെ 78-ാമത്തെ പേജിലായിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിറാജിന്റെ ആ വേളയിൽ ആകാശത്ത് കയറിയ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ലമ്മാ റജബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാഇ, ആകാശത്തേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോയപ്പോൾ ഫമൻ കാന മിനൽ മലായികത്തി ഖായിമൻ സല്ലിമു അലൈഹി ഖിയാമ, റസൂലുള്ളാഹിനെ അവർ ചില മലക്കളൊക്കെ നിന്നുകൊണ്ട് നിൽക്കുകയാണ്, ഖിയാമിലായിക്കൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയപ്പോൾ സലാം പറഞ്ഞു, റസൂലുള്ളാഹിനെ സ്വീകരിച്ച സംഭവങ്ങളാണ്. റസൂലുള്ളാഹിനെ കണ്ടതാണല്ലോ. അപ്പൊ അതിനൊരു നന്ദി പ്രകടനം ഉണ്ട്, നന്ദി അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാറില്ലേ, അതിനവര് റുക്കു ആണ് ചെയ്തു. അവർ നിൽക്കുകയായിരുന്നു, അപ്പൊ റുക്കു ആണ് ചെയ്തു. എന്നാൽ റുക്കുവിലുള്ള മലക്കുകളുണ്ട് അവിടെ. വമൻ കാന മിൻഹും റാക്കിഅൻ റഫഉ റൂസുഹും മിനർ റുകൂഇ വസല്ലിമു അലൈഹി, റുക്കൂഇലുള്ള മലക്കുകളൊക്കെ എണീറ്റിട്ട് റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സലാം പറഞ്ഞു എന്ന് മാത്രമല്ല സുമ്മ സജദു ശുക്റൻ ലില്ലാഹി തആല അലാ റുഇയതിഹി, റസൂലുള്ളാഹിനെ കണ്ടതിന്റെ പേരിൽ അവര് നന്ദി ആയിക്കൊണ്ട് അവിടെ ചെയ്തത് ഒരു സുജൂദാണ്. കാരണം അവർ റുക്കൂലാണ്ടായിരുന്നു, അവർ സുജൂദിലേക്ക് പോയി. വമൻ കാന മിൻഹും സാജിദൻ റഫഉ റൂസുഹും മിനസ് സുജൂദി വസല്ലിമു അലൈഹി, എന്ന സുജൂദിലുള്ള മലക്കുകളുണ്ടായിനി, അവർ റസൂലുള്ളാഹിനെ അങ്ങനെ സുജൂദിന് പൊങ്ങി നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ അത് വല്ലാത്തൊരു ആനന്ദകരമായി അവർ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സുമ്മ സജദു സാനിയതൻ ശുക്റൻ ലില്ലാഹി തആല അലാ റുഇയതിഹി, റസൂലുള്ളാഹിനെ കണ്ടതിന്റെ പേരിൽ ഒരു സുജൂദിനെ ചെയ്ത്. അപ്പൊ 2 സുജൂദുകൾ കയറി വരുന്നു. അവിടെയാണ് ഇനി പോയിന്റ് കിടക്കുന്നത്. അപ്പൊ 2 സുജൂദായില്ലേ. അതുകൊണ്ട് തന്നെ ഫലിദാലിക സാറ സുജൂദു മത്നാ മത്നാ, അങ്ങനെയാണ് സുജൂദ് 2ആയിട്ട് വന്നത്. മലക്കുകളുടെ ഈ പ്രവർത്തനം അത് അവരിലേക്ക് ബാധിക്കുന്നില്ലെങ്കിലും അത് ആ ഒരു അവസ്ഥ നമ്മളിലേക്കാണ് ഇത് ബാധിച്ചു വന്നത്. അതുകൊണ്ടാണ് സുജൂദ് 2ആയത് എന്നുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഫിഖ്ഹിന്റെ കിതാബുകൾ തേടി നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇനിയും വേറെയും മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു ആഷിയത്തുൽ ഖല്ലൂബിയിലൊക്കെ ഇങ്ങനെ കാരണങ്ങൾ പറയുന്നുണ്ട്. അവസാനം പിന്നെ ഇതല്ലാത്ത ഒരുപാട് കാരണം പിന്നെയുണ്ട് കേട്ടോ എന്നുള്ളത് പിന്നെയും പറയുന്നുണ്ട്. ഇനി നമ്മൾ വ്യത്യസ്തമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് കാണും. അപ്പൊ ആഷിയത്തുൽ ഖല്ലൂബിയിലൊക്കെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ശുക്റായിട്ട് ചെയ്താണ് എന്ന് പറയുന്ന കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആഷിയത്തുൽ ഖല്ലൂബിയുടെ 445-ാമത്തെ പേജിലുണ്ടോ ലി അന്ന ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം സജദ ലമ്മ ഖിബറ ബി അന്നല്ലാഹ തആബ അലൈഹി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ തോബ ചെയ്തപ്പം എൻ്റെ തോബക്ക് വേണ്ടിയിട്ട് കൽപ്പന വന്നപ്പോൾ തോബ ചെയ്തപ്പം അള്ളാഹു തആല തോബ സ്വീകരിച്ചൊരു സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫഹീന റഫഅ റഅസഹു റഅ ഖബൂല തൗബതിഹി മക്തൂബൻ അലാ ബാബിൽ ജന്നത്തി,
സ്വർഗത്തിന്റെ വാതിലിൽ ആദം നബിന്റെ തോപ സ്വീകരിച്ചു എന്നുള്ളത് കണ്ടപ്പോൾ, എഴുതി കണ്ടപ്പോൾ ആദം നബിക്ക് വല്ലാത്ത സന്തോഷമായി. അപ്പൊ ആ സന്തോഷത്തിലേക്ക് ഒരു സന്തോഷ പ്രകടനം അതിന് വേണ്ടിയിട്ട് ഫസജദ സാനിയൻ ഒരു ശുക്റായിട്ട് രണ്ടാമതൊരു സുജൂദ് ചെയ്തു കൊടുത്തു. അപ്പൊ 2 സുജൂദായില്ലേ. അങ്ങനെയാണ് ഈ സുജൂദ് വന്നത് എന്ന അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെയും അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഔലി വൈരി ദാലിക്, ഇതല്ലാത്ത വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളത്. ഇത് ഇബ്ലീസിനെ നിന്ദ്യതയിലാക്കാനാണ് എന്ന് പറഞ്ഞ കാരണങ്ങൾ പറയുന്നവരുണ്ട്. കാരണം ഒരൊറ്റ സുജൂദല്ലേ അതിൻ്റെ നബിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ, ചെയ്തില്ലല്ലോ. അപ്പം അങ്ങനെ ഇതിങ്ങനെ മനുഷ്യന്മാരുടെ സുജൂദ് കാണുന്ന സമയത്ത് ഇവനിക്ക് വല്ലാത്തൊരു എൻ്റെ ആ ഒരു ദുഃഖം ഇങ്ങനെ പേറി നടക്കുക, അങ്ങനെ ഒരുപാട് അങ്ങനെ എക്സെറ്റ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഏതായാലും ആകെ ഇതിൽ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് സുജൂദ് 2 റുക്കു 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തഅബ്ബുദിയാണ്. ഇനി അതിനല്ല നിസ്കാരത്തിൻ്റെ ആയിട്ട് ഞാൻ വേറെയും ഒരുപാട് ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾക്ക് എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ തഅബ്ബുദിയായിട്ട് പറയും, അത് തഅബ്ബുദിയാണെന്നുള്ളത്. ഇപ്പം ഓരോ വിഷയത്തിലും അങ്ങനെ ഉണ്ടാകും. എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിലും വ്യത്യസ്തമായ ഒരുപാട് കാരണങ്ങളും ഉലമാ ഇതിനൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരടിമ ഒരു അള്ളാഹുവിനക്ക് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു കീവണക്കം എന്ന് പറയില്ലേ. കാരണം നെറ്റി നിലത്ത് വെച്ചുകൊണ്ട് ചെയ്യല്ലേ. അപ്പൊ അത് ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടൊന്ന് ആവർത്തിച്ചു എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഏറെയുണ്ട് കേട്ടോ.